ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. പ്രതാപവർമ്മയും ഋതികയും രാജുവും കൂടെ പോലീസ് സ്റ്റേഷനിൽ വന്നിരിക്കുവാണ് അംബികയെ കാണാൻ വേണ്ടിയിട്ട്. ഋതിക പറയുക, എൻ്റെ അച്ഛനും എൻ്റെ കുടുംബക്കാർക്ക് നാണക്കേട് ഓർത്തിട്ടാ, അല്ലെങ്കിൽ ഈ സ്ത്രീ ജയിലിൽ തന്നെ കിടക്കണേന്ന് ഞാൻ പ്രാർത്ഥിച്ചാൻ. അവിടെ നിൽക്കുന്ന ഡ്യൂട്ടി പോലീസിനോട് പറയുന്നു, ഞാൻ അംബികവർമ്മയെ കാണാൻ വന്നതാ സാർ, അവിടെ ചോദ്യം നടന്നുകൊണ്ടിരിക്കുക, ഞാനൊന്ന് ചോദിച്ചിട്ട് വരട്ടെ എന്നും പറഞ്ഞ് ഡ്യൂട്ടിയിൽ നിന്ന് പോലീസുകാരി അങ്ങോട്ട് പോകുന്നുണ്ട്. അംബികയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഓഫീസേഴ്സിൻ്റെ അടുത്തോട്ട് വന്ന് ആ പോലീസുകാരി പറയുന്നുണ്ട്, മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി പ്രതാപവർമ്മ വന്നിട്ടുണ്ട്, വരാൻ പറയൂ എന്നിങ്ങനെ അവർ പെർമിഷനും കൊടുക്കുന്നുണ്ട്. അങ്ങനെ പ്രതാപനും രാജുവും ഋതികയും കൂടെ അകത്തോട്ട് ചെല്ലുവാണ്. അംബികയെ ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ പോലീസ് ഓഫീസേഴ്സ് പ്രതാപനോട് പറയാം, സാറിനെ കുറച്ച് ബഹുമാനമൊക്കെ ഞങ്ങൾക്കുണ്ടായിരുന്നു, അതൊക്കെ സ്ത്രീ കാരണം അതൊക്കെ അങ്ങ് പോയി. എന്താ മാഡം? അതെ, ഇവരെല്ലാം പഠിച്ചു വച്ചിട്ടാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്തത്, തന്ത്രങ്ങളൊക്കെ അറിയാം ഇവർക്ക്, ഇവർ പക്കാ ക്രിമിനലാണ്. അത് പ്രതാപൻ അങ്ങോട്ട് സഹിച്ചില്ല. മാഡം, നിങ്ങൾ കാര്യം എന്താണെന്ന് വെച്ചാൽ പറയൂ. ഇവരോട് എന്ത് ചോദിച്ചാലും അഹങ്കാരവും തർക്കുത്തരവുമാണ് പറയുന്നത്, ഒന്നിനും മറുപടി പറയുന്നില്ല, അന്വേഷണത്തിനോട് സഹകരിക്കുന്നില്ല. ഏതോ കുരുട്ടുബുദ്ധിക്കാരൻ വക്കീലിൻ്റെ അഡ്വൈസ് കിട്ടിയിട്ടുണ്ടാവും ഇവർക്ക്. ഈ കുറ്റം ഇവർ ചെയ്തു തന്നെ, അതിന് നോ ഡൗട്ട്. എവിഡൻസും ഇവർക്കെതിരാണ്, പക്ഷേ ഇവർ വായ തുറന്ന് സമ്മതിച്ചിട്ട് വേണ്ടേ? ഇവരെ കൊണ്ട് ഉത്തരം പറയിക്കാനൊക്കെ ഞങ്ങൾക്കറിയാം. അതിനാദ്യമേ തന്നെ തയ്യാറാകാഞ്ഞതേ ഇവർ മിനിസ്റ്ററായ ഒരു സ്ത്രീ ആയിരുന്നല്ലോ എന്നോർത്തിട്ടാ. പക്ഷെ അതൊക്കെ ഞങ്ങൾ വിട്ടുകളഞ്ഞു. ഇനി ചോദ്യം ചെയ്യുന്നത് ഈ രീതിക്കായിരിക്കില്ല. പോലീസിന് കുറ്റം തെളിയിച്ചല്ലേ പറ്റൂ. പ്രതാപൻ പെട്ടെന്ന് പറയാം, മാഡം എനിക്കൊരു കാര്യം പറയാനുണ്ട്. അപ്പോഴങ്ങോട്ടൊരു പോലീസുകാരി വന്നിട്ട് പറയുന്നു, പാർട്ടി പ്രസിഡന്റ് അനന്തംപിള്ള കാണാൻ വന്നിട്ടുണ്ട്, അതിനെന്താ വരാൻ പറഞ്ഞോളൂ. അങ്ങനെ അനന്തംപിള്ള വലിയ പ്രതീക്ഷയോടെ അങ്ങോട്ട് വരുവാണ്. അനന്തംപിള്ള വരുമ്പോൾ ദാണ്ട നിൽക്കുന്ന പ്രതാപൻ വലിയ ലോഹ്യത്തോടെ, അല്ല വർമ്മ സാർ ഇവിടെ ഉണ്ടായിരുന്നു. പ്രതാപൻ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല. അപ്പോൾ പോലീസ് ഓഫീസർ ചോദിക്കുന്നു, എന്താ സാർ വന്നത്? മാഡം, അംബിക വർമ്മ ഞങ്ങളുടെ സഹപ്രവർത്തകയും പാർട്ടി മെമ്പറുമാണ്, ഇവരൊരു തെറ്റും ചെയ്യില്ലെന്ന് ഞങ്ങൾക്ക് വ്യക്തമായിട്ടറിയാം. അതെ, തെറ്റൊന്നും ചെയ്യാഞ്ഞിട്ടാണോ ഇവരെ പിടിച്ചതിനകത്ത് ഇട്ടിരിക്കുന്നത്? ഇവർക്കെതിരെയുള്ള തെളിവുകളൊക്കെ ഞങ്ങളിലുണ്ട്. അപ്പോൾ അനന്തംപിള്ള പറയാ, പോലീസുകാർ ആലോചിച്ചെടുക്കുന്ന തെളിവുകളെ അതിനെക്കുറിച്ചൊക്കെ ഞങ്ങൾക്കറിയാം, അതൊന്നും നിങ്ങൾ വിവരിക്കേണ്ട. ശ്രീമതി അംബിക വർമ്മയെ ജാമ്യത്തിൽ വിടണം. അംബിക വർമ്മയെ ജാമ്യത്തിൽ എടുക്കാൻ വേണ്ടി തന്നെയാ പാർട്ടി പ്രസിഡന്റായ ഞാൻ നേരിട്ട് വന്നിരിക്കുന്നത്. പോലീസ് ഓഫീസർ വെറുതെ വിടുവോ? അവർ പറയുക, പാർട്ടി പ്രസിഡന്റ് അല്ല, ഏത് ദേവലോകത്തെ ദേവനാ വരുന്നതെന്ന് പറഞ്ഞാലും ഇവരെ ഞങ്ങൾ വെറുതെ വിടില്ല. പ്രതാപൻ ഉടനെ പറയാം, മാഡം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്, അത് മാഡം ക്ഷമാപൂർവ്വം ഒന്ന് കേൾക്കണം. എനിക്ക് സുഖമില്ലാതിരുന്ന സമയത്ത് എനിക്ക് പകരക്കാരിയായിട്ടാണ് ചേച്ചി വിദ്യാഭ്യാസ മന്ത്രിയായിട്ട് ചാർജ് എടുത്തത്. ചേച്ചിക്ക് ഭരണപരിചയം ഒട്ടുമില്ല, അതുകൊണ്ട് കാര്യങ്ങളൊന്നും അറിയില്ല. എൻ്റെ നിർദ്ദേശപ്രകാരമാണ് ചേച്ചി ഭരണം നടത്തിയത്. എനിക്ക് പറ്റിയ മിസ്റ്റേക്ക് കൊണ്ടാണ് ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നത്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടാകുമെന്ന് അനന്തംപിള്ള വിചാരിച്ചില്ല. അനന്തംപിള്ളയ്ക്ക് ആകെ വെപ്രളവ്. വർമ്മ സാറെ, നിങ്ങൾ എന്തൊക്കെയാണ് ഈ വിളിച്ച് പറയുന്നത്? ഞാനാ തെറ്റുകാരൻ, എനിക്ക് പറ്റിയ അബദ്ധം മൂലമാണ് ഈ സംഭവങ്ങളൊക്കെ ഉണ്ടായത്. പ്രതാപൻ അങ്ങനെ പറഞ്ഞത് കേട്ട് രാജുവും ഋതികയും അങ്ങ് ഞെട്ടിപ്പോയി. ഒരു തെറ്റും ചെയ്യാതെ കുരിശു ചുമക്കുവാണല്ലോ എൻ്റെ അച്ഛൻ എന്നുള്ള വേദനയോടെ ഋതിക ഇങ്ങനെ നോക്കുവാണ്. ഞാനാണ് കുറ്റക്കാരൻ, അതുകൊണ്ട് നിങ്ങൾ എൻ്റെ ചേച്ചിയെ വിട്ടയക്കണം, അതിന് പകരം നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യാം. സഹികെട്ട് ഋതിക അച്ഛാ എന്ന് വിളിക്കുവാണ്. ഞാനല്ലേ ഇവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നീ ഒന്ന് മിണ്ടാതിരിക്കുന്നുണ്ടോ? ദേഷ്യത്തോടെ ഋതിയോട് പറയുവാണ് പ്രതാപൻ. അംബിക പെട്ടെന്ന്, അയ്യോ പ്രതാപ മോനെ, നീ ചേച്ചി ഒന്ന് മിണ്ടാതിരിക്കുക, എനിക്ക് വേണ്ടി ബലിയാടാകുന്നത് എൻ്റെ ചേച്ചിയാ. ചേച്ചി നിരപരാധിയാ, ഞാനാ കുറ്റക്കാരൻ. നിങ്ങൾ എന്നെ ചോദ്യം ചെയ്തോളൂ. സ്വന്തം ചേച്ചിയെ രക്ഷിക്കാൻ വേണ്ടി നിങ്ങൾ കളിക്കുന്ന ഡ്രാമയല്ലേ ഇത്? പ്രതാപൻ പറയാം, ഒരിക്കലുമല്ല, നിങ്ങൾക്കെന്നെ വിശ്വസിക്കാം. അംബിക ജയിലിലോട്ട് അയക്കാൻ പ്രതീക്ഷയോടെ വന്ന അനന്തംപിള്ളയും ആകെ തകർന്നുപോയി. രാജുവും ഋതിയും സങ്കടത്തോടെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ് പ്രതാപനെ. പോലീസ് ഓഫീസേഴ്സ് പറയുന്നു, ഞങ്ങൾ നിങ്ങളെ വിളിപ്പിക്കാം, നിങ്ങളെല്ലാവരും ഒന്ന് പുറത്ത് വെയിറ്റ് ചെയ്യും. അങ്ങനെ അവരെല്ലാവരും പുറത്തോട്ട് പോവുകയാണ്. അനന്തംപിള്ള ഓടി വന്ന് പ്രതാപനോട് പറയാം, വർമ്മ സാറേ, നിങ്ങൾ എന്തൊരു അബദ്ധമായി കാണിച്ചത്, ഞാൻ നിങ്ങളുടെ ഉപദേശം ചോദിച്ചിട്ടില്ല, ഐ ആം എക്സ്ട്രീംലി സോറി എന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ അനന്തംപിള്ള അവിടെ നിന്ന് അങ്ങ് പോയി. ഋതിക പറയാം, അച്ഛാ ഈ ത്യാഗം ഉണ്ടല്ലോ അതിത്തിരി കൂടിപ്പോയി. രാജുവും ചോദിക്കുന്നുണ്ട്, സാറേ ഇത്രയും വലിയ റിസ്ക് വേണമായിരുന്നോ? ഞാൻ അനന്തംപിള്ളയോട് പറഞ്ഞ മറുപടി ഇനി നിങ്ങളോടും പറയണോ? അച്ഛനാണെന്ന് വെച്ച് അഭിപ്രായം പറയാതിരിക്കാൻ പറ്റുമോ? അച്ഛനത് കേട്ടേ പറ്റൂ. എൻ്റെ ചേച്ചിക്ക് വേണ്ടി ഞാൻ എന്ത് ത്യാഗവും ചെയ്യും, ചിലപ്പോഴെൻ്റെ ജീവൻ തന്നെ കൊടുക്കേണ്ടി വന്നാൽ കൊടുത്തിരിക്കും. ഋതിക കരഞ്ഞോണ്ട് പറയുക, ആ സ്ത്രീ ആരാണെന്ന് അച്ഛൻ ഇതുവരെ മനസ്സിലായിട്ടില്ല, അവരെക്കുറിച്ച് എനിക്ക് ചിലതൊക്കെ അച്ഛനോട് പറയണം, അച്ഛനത് കേട്ടേ പറ്റൂ. എനിക്കൊന്നും കേൾക്കണ്ട. ഇല്ലച്ചാ, അച്ഛൻ കേട്ടേ പറ്റൂ. കേൾക്കണ്ടെന്ന് പറഞ്ഞില്ലേ? അച്ഛനത് അറിഞ്ഞേ പറ്റൂ. അവരച്ഛനെ കൊല്ലുന്നതിന് മുമ്പ് അച്ഛനത് അറിഞ്ഞിരിക്കണം. ആ സ്ത്രീ എന്ന് ഇത്രേ ഋതിയ പറഞ്ഞുള്ളൂ. അപ്പോഴത്തേക്കും പ്രതാപനൊരു അലർച്ച, സ്റ്റോപ്പ് ഇറ്റ്, ഇനി എന്തെങ്കിലും എൻ്റെ ചേച്ചിയെക്കുറിച്ച് നീ പറഞ്ഞാൽ
ഇത് പോലീസ് ക്ലബ്ബാണെന്ന് ഞാൻ നോക്കില്ല, പറഞ്ഞേക്കാം. അപ്പോഴൊരു പോലീസുകാരി വന്ന് പറയുന്നുണ്ട്, പ്രതാപ് വർമ്മ സാറിനെ ഏതാണ്ട് SP മാഡം വിളിക്കുന്നു. അങ്ങനെ പ്രതാപൻ അകത്തോട്ട് കയറി പോവാണ്. പ്രതാപനോട് അവർ പറഞ്ഞു, സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ സുപ്പീരിയേഴ്സുമായിട്ട് ഞങ്ങൾ ഡിസ്കസ് ചെയ്തു. അവരും അംബിക വർമ്മയ്ക്ക് പോസിറ്റീവായിട്ടുള്ളൊരു ഒപ്പീനിയനാണ് പറഞ്ഞത്. അതനുസരിച്ച് താങ്കൾ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എഴുതി ഒപ്പിട്ട് തരണം. സത്യം പറഞ്ഞാൽ വർമ്മ സാർ, നിങ്ങളാണിപ്പോൾ പ്രതി. പക്ഷേ നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് ഇപ്പോൾ ഞങ്ങൾ ജാമ്യത്തിൽ വിടുന്നു. പക്ഷേ അന്വേഷണത്തിൻ്റെ ഭാഗമായി താങ്കളെ ഏത് സമയത്തും ഞങ്ങൾ ചോദ്യം ചെയ്യും. അപ്പോൾ മേഡം, എൻ്റെ ചേച്ചി അവരെ വിട്ടേക്കാൻ DGP പറഞ്ഞ് താങ്ക് യു എന്നും പറഞ്ഞ് പ്രതാപൻ അംബികയും കൂട്ടിയിട്ട് വരുവാണ്. രാജു, എത്ര പറഞ്ഞാലും ഈ അച്ഛന് മനസ്സിലാകുന്നില്ലല്ലോ. ഋതു സമാധാനപ്പെടും, അതങ്ങനെ തന്നെയാണ്. എത്ര പറഞ്ഞാലും സാറിന് മനസ്സിലാകില്ല. സാറിൻ്റെ ആയുസ് ആ സ്ത്രീയുടെ കയ്യിൽ കിടന്നിങ്ങനെ ഞെരുങ്ങുവാണ്. അവർ ഈ ജന്മത്ത് സാറിനെ വെറുതെ വിടില്ല. ഈ സമയം അനന്തംപിള്ള പുറത്തുനിന്ന് ആർക്കൊക്കെയോ ഫോൺ ചെയ്യുക. അത് രാജു കാണുന്നു. ഋതു, ഇയാളെന്താ ഈ സമയത്ത് ഇവിടെ തന്നെ കറങ്ങി നിൽക്കുന്നത്? പ്രതാപൻ അങ്ങനെ അംബികയും കൂട്ടിയിട്ട് ഋതിയും രാജുവൊക്കെ ആയിട്ട് വീട്ടിലോട്ട് പോവുകയാണ്. ഈ സമയം ദീപക്കും ജയനും അനന്തംപിള്ളയെ കാണുന്നുണ്ട്. അനന്തംപിള്ള പറയാ, പഠിക്കൽ കൊണ്ടുവന്ന് കലവിട്ടുടച്ചെന്ന് പറഞ്ഞ പോലെയായി. തയ്യാറാക്കി വെച്ചിരുന്ന പ്ലാനുകളൊക്കെ വന്ന് കീറിപ്പറിച്ച് കളഞ്ഞില്ലേ ആ വർമ്മ. അങ്കിളെ, ഇനിയിപ്പം നമ്മൾ എന്തു ചെയ്യും? അതാടാ മോനെ ഞാനും ആലോചിക്കുന്നത്. ജയൻ ഉടനെ സംശയം, അപ്പോഴംബിക മേഡം മന്ത്രിയാവില്ലേ? അതല്ലേടാ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യോ എൻ്റെ ദൈവമേ, എൻ്റെ പണി പോയല്ലോ. ദീപക്ക് പറയാം, എന്തോ താൻ എന്ന് ആയിട്ട് എൻ്റെ അമ്മയുടെ കൂടെ കൂടിയോ അന്ന് തുടങ്ങിയതാ എൻ്റെ അമ്മയുടെ കഷ്ടകാലം. ദീപക് മോനെ, ഒരു പ്രശ്നം വന്നെന്നും പറഞ്ഞ് അയാളെ എന്തിനാ കുറ്റപ്പെടുത്തുന്നത്? അയാൾ എന്ത് പഠിച്ചു? ഞാനേ ഭഗവത്ഗീതയും ബൈബിളുമാണ് വായിക്കുന്നത്. എല്ലാവർക്കും നന്മ വരണേന്നേ ഞാൻ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. ജയൻ്റെ ഈ കള്ളത്തരം ദീപക്കിനോ അനന്തംപിള്ളയ്ക്കും സഹിക്കാൻ പറ്റുന്നില്ല. അനന്തംപിള്ള പറയാം, എടോ ഒന്ന് സമാധാനത്തോടെ കാണാൻ നിൽക്കടോ. അങ്കിളെ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചിന്തിക്ക്. വർമ്മ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത സ്ഥിതിക്ക് അയാൾ കാര്യങ്ങളൊക്കെ നടത്തും. വരുന്ന ഇലക്ഷന് മുമ്പ് അയാൾ എല്ലാ അർത്ഥത്തിലും ആക്റ്റീവും ആവും. തിരഞ്ഞെടുപ്പിൽ മത്സരിക്കും, അയാൾ ജയിക്കുകയും ചെയ്യും. അയാൾ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയും ആവും. നമ്മൾ വെയിൽ കൊണ്ടതും വെള്ളം കോരിയതും മിച്ചം. ജയൻ വീണ്ടും കരയാൻ തുടങ്ങി. മോഹങ്ങളൊക്കെ പോയല്ലോ ദൈവമേ. സ്വപ്നം കണ്ട മുതൽ പട്ടി കട്ടെടുത്തോണ്ട് പോയതുപോലായല്ലോ. എൻ്റെ ഭാര്യയുടെ അഹങ്കാരം കണ്ടപ്പോഴേ കരുതിയതാ ദൈവം തിരിച്ചടിക്കുമെന്ന്. എടോ, തന്നോടാ പറഞ്ഞു നിന്ന് മോങ്ങാതിരിക്കാൻ ദീപക്ക് പറയുക. അപ്പോൾ അനന്തംപിള്ള പറയാം, എന്താ ദീപക്ക് മോനെ, മോങ്ങുന്ന ജീവികൾക്ക് മോങ്ങാതിരിക്കാൻ പറ്റുമോ? അങ്ങനെ അനന്തംപിള്ള അവരെയും വിളിച്ചോണ്ട് പോകുന്നുണ്ട് അകത്തോട്ട്. ശേഖരൻ യാമിനി ഒന്നിങ്ങോട്ട് വന്നേ എന്നും പറഞ്ഞ് അലറി വിളിച്ചോണ്ട് വരുന്നുണ്ട്. എന്താ ശേഖരേട്ടാ, നീ വിവരം വല്ലതും അറിഞ്ഞോ? എന്ത് വിവരമാ? ഞാൻ എങ്ങനെ അറിയാൻ? അത് ഋതുമോൾ എന്നെ വിളിച്ചിരുന്നു. എൻ്റെ മഹതിയായ ചേച്ചിയില്ലേ, ചേച്ചിയെ വെറുതെ വിട്ടുവെന്ന്. ശേഖരേട്ടൻ എന്തോ ഈ പറയുന്നത്? വെറുതെ വിട്ടെന്നോ? അതെ, നീ ബാക്കി കൂടെ കേക്ക്. വിചിത്രമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത്. ചേട്ടൻ്റെ പകരക്കാരിയായി ചേട്ടൻ വിട്ടതാണെന്ന് ശ്രീമതി അംബിക വർമ്മ. ചേട്ടൻ്റെ നിർദ്ദേശപ്രകാരമാണ് അംബിക വർമ്മ മന്ത്രിസ്ഥാനം ഏറ്റെടുത്തതെന്ന്. അതുകൊണ്ട് അംബിക മന്ത്രി കുറ്റക്കാരിയല്ലെന്നും എല്ലാ കുറ്റങ്ങളും ചേട്ടൻ സ്വയം അങ്ങ് ഏറ്റെടുത്തു. ശേഖരേട്ടാ, അപ്പോൾ ചേട്ടൻ പ്രതിയാകില്ലേ? ചേട്ടൻ പ്രതിയായി. ആരോഗ്യസ്ഥിതി പരിഗണിച്ചേ അവരിപ്പോൾ ചേട്ടനെ ജാമ്യത്തിൽ വിട്ടു. ഈ ചേട്ടൻ കാണിക്കുന്ന എന്തൊരു വിഡ്ഢിത്തരവാ ശേഖരേട്ട. ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കൂടപ്പുറപ്പായാലും ശരി, ഇങ്ങനൊരു ചേച്ചിയെ അന്ധമായി വിശ്വസിക്കുന്ന ഒരാളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് കാണുക. ശേഖരേട്ട, അവസരം കിട്ടിയാൽ ആ സ്ത്രീ ഇനിയും ചേട്ടനെ കൊല്ലാൻ ശ്രമിക്കും. അവരെയാണല്ലോ ചേട്ടൻ രക്ഷിക്കാൻ നടക്കുന്നത്. ഇതൊക്കെ ആരോട് പറയാനായി യാമിനി? സത്യം പറഞ്ഞ മടുത്തി യാമിനി. അപ്പോൾ അംബിക വർമ്മ ഇപ്പോഴും ഇങ്ങോട്ട് എത്തുമല്ലോ. ഇപ്പോഴും ഇങ്ങോട്ട് വരും യാമിനി. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം കഴിഞ്ഞിട്ട് വരുമല്ലയോ? അവരങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ താണ്ട പ്രതാപൻ്റെ കാറ് വരുന്നു. അംബികയും കൊണ്ടുള്ള വരവാണ്. എന്ത് ചെയ്യാനാ, കുറച്ച് ദിവസം കൂടെ സ്വസ്ഥതയുണ്ടായിരുന്നു. സ്വീകരണം ഒരുക്കാൻ വയ്യായിരുന്നോ ചെറിയമ്മ എന്ന് ഋതിക പതുക്കെ വന്ന് യാമിനിയുടെ ചെവിയിൽ പറയുന്നു. പ്രതാപൻ വലിയ റെസ്പെക്റ്റും സ്നേഹത്തോട് ചേച്ചി ഇങ്ങോട്ടൊന്നിരുന്ന് ചേറയിലോട്ട് ഇരുത്തുവാണ് അംബികയെ പിടിച്ച്. മഹാകള്ളി അംബിക കരഞ്ഞോണ്ട് പറയാം, ഇതിൽപ്പരം ഒരു നാണക്കേട് ഇനി അനുഭവിക്കാനുണ്ടോ? നാട്ടുകാരുടെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും? മോനെ പ്രതാപ, കുറ്റം നീ ഏറ്റെടുത്തെങ്കിലും ഞാനല്ലേ നാട്ടുകാരുടെ മുന്നിൽ കള്ളിയായത്? ഈ തറവാടിന്റെ പേരിനും എല്ലാവരുടെയും നന്മയ്ക്ക് വേണ്ടിയാ ഞാൻ മന്ത്രി പദവി ഏറ്റെടുത്തത്. എല്ലാവരും നിർബന്ധിച്ചിട്ടാ പ്രതാപൻ തിരിച്ചു വരുമ്പോൾ കസേര പോകാതിരിക്കാൻ ഞാൻ ആ കസേരയിൽ പോയി ഇരുന്നത്. ഒടുവിൽ പോലീസ് ലോക്കപ്പിൽ കിടക്കേണ്ടി വന്നു. ശേഖരനും യാമിനിക്കും ഋതിയയ്ക്കും രാജുവിനുമൊക്കെ ദേഷ്യം കൊണ്ട് സഹിക്കാൻ വയ്യ. അവരിങ്ങനെ കടിച്ചു പിടിച്ച് നിൽക്കുവാണ്. എൻ്റെ ചേച്ചി ഇങ്ങനെ കരയാതെ, ഇങ്ങനെ കരഞ്ഞിട്ട് ഒരു പ്രയോജനവും ഇല്ല. അറിയാൻ പാടില്ലാത്ത പണിക്ക് പോകുമ്പോൾ ചിന്തിക്കണമായിരുന്നു. ചേച്ചിക്ക് ആഗ്രഹമുണ്ടെന്ന് കരുതി ഒരു മന്ത്രിയാകാനുള്ള യോഗ്യതയൊന്നും ചേച്ചിക്കില്ല. അതിനുള്ള വിദ്യാഭ്യാസവും ഇല്ല. കഴിഞ്ഞതൊക്കെ കഴിഞ്ഞ് എന്തായാലും കുറ്റം ഞാൻ ഏറ്റെടുത്തല്ലോ. ബാക്കി കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കളാം. ചേച്ചി പോയി റെസ്റ്റ് എടുക്ക്. പോലീസ് സ്റ്റേഷനിലെ ലോക്കപ്പിലൊക്കെ കിടന്നതല്ലേ, ചേച്ചി ശരിക്കും ഉറങ്ങിക്കാണില്ല. അല്ല, ആ ദീപക് എവിടെ? അവൻ വല്ല ബാറിലോ ക്ലബിലോ അങ്ങനെ കാണും.
അമ്മയെ പോലീസ് കൊണ്ടുപോയാലോ ജയിലിലടച്ചാലോ അവനെന്താ? യാമിനി, ചേച്ചിക്ക് നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊടുക്ക്, ഒന്നും കഴിച്ചിട്ടുണ്ടാവില്ല എന്ന് പറഞ്ഞിട്ട് പ്രതാപൻ അങ്ങ് പോന്നു മകളോട്ട്. അമ്പിയെ നിർത്തി പൊരിപ്പിക്കാൻ തന്നെ ഋതിക തീരുമാനിച്ച്. ഋതിക അന്നേരം പറയുക, എത്ര വനിതാ പോലീസുകാർ വളഞ്ഞു നിന്നാ അമ്മാവിയെ ചോദ്യം ചെയ്തതെന്നറിയാവോ? അല്ലമ്മായി, അവർ നന്നായിട്ട് പെരുമാറിയോന്നറിയാനാ. അംബിക ചാടി എഴുന്നേറ്റിട്ട് ചോദിക്കുക, എന്താടി നീയൊക്കെ കാത്തിരിക്കുമായിരുന്നോ എന്നെ കളിയാക്കാൻ? രാജുവും വിടാൻ പ്ലാനില്ല. രാജു പറയാ, ഞാനൊരു സിനിമയിൽ കണ്ടിട്ടുണ്ട്, ഇടികൊണ്ട് വശം കെട്ട ഒരുത്തന് ആട്ടിൻപാലിലെ പച്ച കാന്താരി അരച്ച് കലക്കി കൊടുക്കുന്നു. അതുപോലെ ഒരു മൊന്ത കാന്താരി ആട്ടുംപാലേ അമ്മായിക്ക് കൊണ്ട് കൊടുക്കരുതോ? എടാ, നീ എന്നാണ്ട് ഇവരെല്ലാരും ഒരു ഗ്രൂപ്പാണെന്ന് എനിക്ക് അറിയാടാ. പക്ഷെ ഒന്നോർത്തോ, അംബിക തോറ്റിട്ടില്ല. അത് ശരി അമ്മായി, തോക്കാത്തത് കൊണ്ടാണല്ലോ അമ്മാവി അവർ ലോക്കപ്പിലിട്ട് നന്നായിട്ട് പെരുമാറിയത്. അച്ഛൻ ചോദിച്ച പോലെ ഞാനും ചോദിക്കുക, നിങ്ങൾ എന്തിനാ ആവശ്യമില്ലാത്ത പണിക്ക് പോയത്? മലയാളത്തിൽ എത്ര അക്ഷരമുണ്ടെന്ന് പോലും അറിയാൻ വയ്യാത്ത ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി. എന്ത് ചെയ്യാനാ ഈ നാടിൻ്റെ ഒരു നാണക്കേട്? എല്ലാവരും പൊട്ടിച്ചിരിക്കുക. അംബിക ഇങ്ങനെ നാണിച്ച് ദേഷ്യത്തോടെ നിൽക്കുന്നുണ്ട്. വേണുവേട്ടൻ എന്തോ വലിയ ദേഷ്യത്തോടെ വീട്ടിലോട്ട് വരുക. എടി രാധേ, എടി രാധമ്മേ, ഇങ്ങോട്ടൊന്ന് വന്നേടി. കൊച്ചമ്മണി അത് കണ്ടിട്ട് പറ, ഇയാളെന്തിനാ കിടന്ന് അലർന്ന് ചാകാൻ പോന്ന പോലെ? എന്താ വേണുവേട്ട? എടി രാജുവോ മോളോ നിന്നെ വിളിച്ചോ? ഇല്ല വേണുവേട്ട, അവരെന്നെ വിളിച്ചില്ല. എന്നാലേ അവരെന്നെ വിളിച്ചു. ആ കീടനാശിനി അംബിക ലോക്കപ്പിൽ നിന്ന് ഇറങ്ങിയെന്ന്. അത് കേട്ടിട്ട് കള്ളന് കഞ്ഞി വെച്ച നമ്മുടെ കൊച്ചമ്മണി പറ, അയ്യോ നമ്മുടെ ആള് പുറത്തിറങ്ങിയോ? 10 കാശ് കയ്യിൽ വരണമെങ്കിൽ അംബിക പുറത്തിറങ്ങണം. എൻ്റെ ബാങ്കാണ് അംബിക. അയ്യോ വേണുവേട്ട, അവൾ ഇറങ്ങിയ ഉടനെ തുടങ്ങുമല്ലോ ശല്യങ്ങളും പാരവെപ്പും. ഒരാൾക്കൊരു നാശം വരാൻ നമ്മൾ ആഗ്രഹിച്ചിട്ടില്ല, എല്ലാവർക്കും നന്മ വരണമെന്നേ നമ്മൾ പ്രാർത്ഥിച്ചിട്ടുള്ളൂ. പക്ഷേ ശത്രുത തോന്നുന്ന ഇവളെക്കുറിച്ച് ആർക്കും അങ്ങനെയല്ല ചിന്തിക്കാൻ പറ്റൂ. അല്ല വേണുവേട്ട, ഇത്ര ഭയങ്കര കുറ്റം ചെയ്ത ഇവരെ പോലീസ് എങ്ങനെ വെറുതെ വിട്ട്? അതിന് വർമ്മ സാർ ഇടപെട്ടിരാതെ കുറ്റം ചെയ്തത് അംബികയല്ല വർമ്മ സാറാണെന്ന് വർമ്മ സാർ പോലീസുകാരോട് പറഞ്ഞു. കൂടുതൽ വിവരങ്ങളൊന്നും എനിക്കറിയാൻ പാടില്ല. ഇനി അതിനൊക്കെ പിള്ളേർ വരണം അറിയാൻ. ആ നെറികെട്ട സ്ത്രീ കുറച്ചുനാൾ അകത്ത് കിടന്നിരുന്നെങ്കിൽ ഒരു സമാധാനം ഉണ്ടായേനെ. കൊച്ചമ്മണി അങ്ങോട്ട് വന്നിട്ട് പറയാം, അംബിക ഭയങ്കരിയൊക്കെ തന്നെയാണ്, പക്ഷെ സമ്മതിച്ചു. പക്ഷെ അവൾക്ക് ഒരു മനസാക്ഷിയുണ്ട്. നിങ്ങളല്ലെങ്കിലും അവളുടെ ആളാണെന്ന് ഞങ്ങൾക്കറിയാം. നിങ്ങൾ അവളോടുകൂടി ചേർന്ന് പല തരികടകളും നിങ്ങൾ നടത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. അയ്യോ, ഇതൊക്കെ നിങ്ങളുടെ തെറ്റിദ്ധാരണകളാണ്. അപ്പോൾ ആൾക്കാർ അംബിക എനിക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടായിരുന്നു. പിന്നെ അവൾ മന്ത്രിയായെന്നറിഞ്ഞപ്പോഴാണ് ഞാൻ അന്തം വിട്ടുപോയത്. ചാണകന്മാരി നടന്നവൾ മന്ത്രിയായെങ്കിൽ അത് അവൾ മിടുക്കിയ, അവിടെ കഴിവുകൊണ്ടാ. അവൾ മിടുക്കുകയാണെങ്കിൽ നിങ്ങളടുത്ത് മടി വെച്ചോ. സത്യം പറയുന്ന കാര്യത്തിൽ എനിക്ക് ഈശനും ബ്രഹ്മനും ഒന്നുമില്ല. അംബിക മഹാദ്രോഹിയൊക്കെ ആയിരിക്കും, അത് ഞാൻ സമ്മതിച്ചു. പക്ഷേ 10 കാശുണ്ടാക്കാൻ അവളെ കഴിഞ്ഞേ ഉള്ളൂ. അപ്പോൾ കാശ് മാത്രം മതിയല്ലോ, മനുഷ്യത്വം വേണ്ടല്ലോ. എൻ്റെ വേണുവാശാനെ, ഈ കാശുള്ളവർക്ക് എന്തിനാ മനുഷ്യത്വം? അംബിക നിന്ന് കറങ്ങിയാൽ മതി, കാശിൻ്റെ പെരളിയായിരിക്കും. നിങ്ങളെ അവളുടെ കയ്യിൽ നിന്ന് കുറെ കമഴ്ത്തിയിട്ടുണ്ടെന്ന് ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. അയ്യോ എൻ്റെ ദൈവം തമ്പുരാനാണേ സത്യം, ഒരു 10 രൂപ കടവായിട്ട് പോലും ഞാൻ അവളുടെ നിന്ന് വാങ്ങിച്ചിട്ടില്ല. പ്രതാപൻ ന്യൂസ് കാണുവാണ്. അംബിക വർമ്മ കേസിൽ വൻപൻ ട്വിസ്റ്റ്. ആ കുറ്റകൃത്യത്തിൻ്റെ ഉത്തരവാദിത്തം മുൻ മന്ത്രി പ്രതാപ വർമ്മ ഏറ്റെടുത്തു. തൻ്റെ പകരക്കാരിയായി വന്ന് അധികാരമേറ്റതാണ് അംബിക വർമ്മയെന്നും അതുകൂടാതെ തൻ്റെ നിർദ്ദേശങ്ങൾ പാലിച്ചാണ് അംബിക വർമ്മ ഭരണം നടത്തിയതെന്നും പോലീസുകാരോട് പ്രതാപ വർമ്മ പറഞ്ഞു. ഇതൊക്കെ കേട്ട് നല്ല സന്തോഷത്തോടെ അംബിക ചായ കുടിക്കുക. SSLC പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പർ ചോർന്നതിൽ പ്രതാപ വർമ്മയാണ് മുഖ്യപ്രതി. അറസ്റ്റ് ചെയ്ത് ലോക്കപ്പിലായിരുന്ന അംബിക വർമ്മയെ പോലീസ് വിട്ടയച്ചു. പ്രതിയാക്കപ്പെട്ട അംബിക വർമ്മ പ്രതാപ വർമ്മയുടെ മൂത്ത സഹോദരിയാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത, KCP സംസ്ഥാന പ്രസിഡന്റ് അനന്തംപിള്ളയുടെ വാർത്താ സമ്മേളനം അല്പസമയത്തിനുള്ളിൽ. അത് കേട്ടപ്പോൾ അംബികയ്ക്കൊരു പേടി പോലെ. പെട്ടെന്നൊരു അഭിനയം, എനിക്ക് വല്ലാത്ത ഒരു തലവേദന, ഞാനൊന്ന് പോയി കിടക്കട്ടെ. അനന്തംപിള്ള ഒറ്റയ്ക്കിരുന്ന് സംസാരിക്കുക. അവൻ ഓവർ സ്മാർട്ട് കളിച്ച് എൻ്റെ പോസ്റ്റിൽ കയറി ഗോളടിച്ച് കളഞ്ഞു. ഇനി അടുത്ത പ്ലാൻ തയ്യാറാക്കണം. എന്തോ ഒരു പ്ലാൻ കിട്ടിയതുപോലെ വളരെ സന്തോഷിക്കുന്നുണ്ട് അനന്തംപിള്ള. ഇവിടെ പൊടിയാടി എന്ന് വിളിക്കുമ്പോൾ പൊടിയാടി ഓടി വന്നിട്ട് ചോദിക്കുന്നു, എന്താ സാറേ, ചായയോ ജ്യൂസോ മറ്റോ വേണോ? അതിനൊന്നുമല്ല ഞാൻ വിളിച്ചത്. നമ്മൾ പ്ലാൻ ചെയ്യുന്ന പരിപാടികളൊക്കെ അതേപോലെ സക്സസ് ആകണമെന്നില്ല. അതിലൊരെണ്ണം പൊളിഞ്ഞാൽ നമ്മൾ അടുത്തത് പ്ലാൻ ചെയ്യും. അപ്പോൾ അംബികയുടെ ഫോൺ ചെല്ലുന്നുണ്ട് അനന്തംപിള്ളയ്ക്ക്. അനന്തംപിള്ള, അംബികയെ. അനന്തംപിള്ളെ, പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളൊക്കെ ആണല്ലോ സംഭവിച്ചത്. അതൊന്നും സാരമില്ല അംബികയെ, സംഭവിച്ചതൊക്കെ നല്ലതിനാണെന്ന് മാത്രം കരുതിയാൽ മതി. മന്ത്രിയായി അധികാരത്തിൽ തുടരാമെന്നുള്ള നമ്മുടെ ശ്രമം ഒന്ന് പാളി, അത്രയുള്ള അംബികയെ. അല്ല, അപ്രതീക്ഷിതമായി അവൻ കയറി വന്ന് ഇങ്ങനെ ഒരു വഴിത്തിരിവുണ്ടാക്കുമെന്ന് ഞാൻ കരുതിയില്ല. അവനൊരു നല്ല ആങ്ങളെയല്ലേ അംബികയെ, അവൻ അങ്ങനെ ചെയ്തല്ലേ പറ്റൂ. അതൊക്കെ പോട്ടെ, ഇനി എന്താ അനന്തംപിള്ളെ അടുത്ത പ്ലാൻ? അതൊക്കെ ഞാൻ അംബികയെ പുറകെ അറിയിക്കാം. എന്നാൽ ശരിയെന്നും പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുവാണ്. ഇവിടെ പൊടിയാടി, നമുക്കൊരു ഗെയിം കളിക്കണം, ഒരു വലിയൊരു ഗെയിം, 1500-2000 കോടിയുടെ ഒരു ഗെയിം.
അയ്യോ സാറേ, സാർ IPL ടീം ഏറ്റെടുക്കാൻ പോവാണോ? അതിനൊന്നും അല്ലടോ, ഇലക്ഷൻ വരുമല്ലേ, ഒരു കൊയ്ത്ത് നടത്തണം. 140 സീറ്റുകളിൽ നിന്ന് 80 സീറ്റുകളെങ്കിലും പിടിക്കണമെങ്കിൽ കുറഞ്ഞത് 1500 കോടിയെങ്കിലും ഇറക്കണ്ടേ? താൻ നോക്കിക്കോ, വരാൻ പോകുന്ന ഇലക്ഷനിൽ ഞാൻ പ്ലാൻ ചെയ്യുന്ന പോലെ കാര്യങ്ങളൊക്കെ നടക്കത്തുള്ളൂ എന്നും പറഞ്ഞ് അനന്തൻപിള്ള ഭയങ്കര സന്തോഷത്തിലാണ്. അപ്പോൾ ഫ്രണ്ട്സ്, പ്രതാപനെ കുറിച്ച് എന്താണ് പറയേണ്ടത്? ഒന്നും പറയാൻ പറ്റില്ല. ഇത്തരം ഒരു മണ്ടൻ മണുകുണാപ്പൻ പ്രതാപൻ, ഇവൻ എന്തിനാ മന്ത്രിയാകുന്നത്? മന്ത്രിയാകാതെ വീട്ടിലെങ്ങാണോ ഇരുന്നാൽ പോരെ? ഇതിനേക്കാളും നല്ലതാ കള്ളി അംബിക തന്നെ അങ്ങ് ഭരിച്ചോട്ടെ. ഇനി പ്രതാപനും അനന്തൻപിള്ളയുള്ള അംഗമാണ്. അനന്തൻപിള്ളയും അംബികയും ചേർന്ന് വീണ്ടും പ്രതാപനെ അപകടപ്പെടുത്തുമോ എന്നൊക്കെയുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.